എന്താണോ നടന്നത് ഞാനത് വ്യക്തമായിട്ട് എൻ്റെ പരാതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. 3 സ്ഥലത്ത് കൊടുത്ത പരാതിയിൽ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നടപടി എന്ത് തന്നെ ആയാലും സ്വീകരിച്ചാൽ മതി. അതിൽ കൂടുതൽ എനിക്ക് വേണ്ട. അവിടെ എന്ത് നടന്നു, എന്നെ അടിച്ചു, ആ അടിയുടെ ശിക്ഷ മാത്രം എന്താണെന്ന് വെച്ചാൽ കിട്ടിയാൽ മതി. അതിനപ്പുറം ഒന്നും വേണ്ട. കള്ളത്തരത്തിലൂടെ എനിക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മൊഴി അങ്ങനെ കൊടുത്തത്. എൻ്റെ അറിവില്ലായ്മയായിട്ട് ആരും അത് കാണണ്ട. എനിക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അവിടെ എന്ത് നടന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഡിഫൻസിൻ്റെ സൈഡ് തീർച്ചയായിട്ടും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഏതൊക്കെ രീതിയിൽ ഡിഫൻസ് വരുമെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഡിഫൻസ് പറയുമ്പോൾ നമ്മുടെ കേൾക്കുന്നവരുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. പിന്നെ അതിനോടൊന്നും എനിക്കിപ്പോൾ പ്രതികരിക്കാനില്ല. ഡിഫൻസ് കോടതിയിലാണ്. നമ്മളപ്പോൾ അത് പൊതുസമൂഹത്തിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കോടതിയുടെ പരിധിയിലിരിക്കുന്ന കാര്യം കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വളരെ നല്ല രീതിയിൽ ഹിയറിംഗ് പറഞ്ഞു എന്ന് അറിഞ്ഞു. ഒത്തിരി സന്തോഷം. കോടതിക്ക് ആ ഒരു ഡെപ്ത് മനസ്സിലായി ഇന്ന് റിമാൻഡ് ചെയ്തതിലും സന്തോഷം. റിമാൻഡ് ചെയ്തില്ലായിരുന്നുവെങ്കിലും ഞാൻ ഒരിക്കലും കോടതിയെ കുറ്റം പറയില്ലായിരുന്നു. എന്ത് തീരുമാനമായാലും ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പരിക്ക് പിന്നെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഈസ് എ ക്രിമിനൽ ലോയർ. അപ്പോൾ ഒരു കേസ് കോടതിയിൽ എങ്ങനെ, എൻ്റെ സീനിയറുമാണ്, എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം നല്ല ബോധ്യമുണ്ട്. ആ പരിക്കുകളൊക്കെ സ്വയം ഉണ്ടാക്കിയതായിരിക്കാം, അതിൽ യാതൊരു സംശയവുമില്ല. പുരുകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 5 അടി തികച്ച് ഞാൻ ഹൈറ്റ് ഇല്ല. ഇങ്ങനെ ഒരാൾ പുരുകത്ത് യുക്തിക്ക് പോലും നിരക്കാത്ത കാര്യമാണ്. പക്ഷെ ഞാനതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. കോടതിയിൽ അവരുടെ ഡിഫൻസ്, അവരത് എന്താണെന്ന് വെച്ചാൽ അത് ആയിക്കോട്ടെ. അതിലെനിക്ക് ഒന്നും പറയാനില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതേ ക്രിമിനൽ ലോയറിൻ്റെ ജൂനിയറായിട്ട് 3 വർഷം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അതേ ക്രിമിനൽ ലോയർ എന്ത് ചിന്തിക്കുന്നോ ആ രീതിയിൽ ചിന്തിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എനിക്ക് കള്ളത്തരം ഒന്നും പറയേണ്ട കാര്യമില്ല. അവിടെ എന്ത് നടന്നു അത് ഞാൻ പറഞ്ഞു. പലരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ മൊഴി കൊടുക്കേണ്ടത്, ഇത് നോൺ ബെയിലബിൾ, എത്രയോ സെക്ഷൻസ് ആഡ് ചെയ്യാമായിരുന്നു. അറിയാം, എനിക്ക് ആഡ് ചെയ്യാമായിരുന്നു എന്ന് നല്ല ബോധ്യമുണ്ട്. എത്രയോ കക്ഷികൾക്ക് ഞാൻ പരാതി എഴുതി കൊടുത്ത് ആ രീതിയിലൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഏതൊക്കെ സെക്ഷൻസ്, എന്തൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ സെക്ഷൻസ് ആഡ് ചെയ്യുമെന്നുള്ളത് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ബിക്കോസ് ഞാനും ഒരു ക്രിമിനൽ ലോയറാണ്. എനിക്കത് ഉത്തമ ബോധ്യമുണ്ട്. ഞാനത് ചെയ്യാത്തത് എനിക്ക് അതിനോട് താല്പര്യമില്ല. കോടതിയുടെ തീരുമാനം എന്ത് തന്നെയായാലും ഞാനത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിമാൻഡ് ചെയ്തതിൽ കോടതി എൻ്റെ ഭാഗത്ത് നീതി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് തീരുമാനമായാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. മറ്റൊന്നും ഈ അവസരത്തിൽ പറയാനില്ല.